ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആവാം. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് നല്ല പോലെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫേസ് വാഷ് ഇട്ട് ഫേസ് ഇങ്ങനെ ക്ലീൻ ആക്കിയാലും ഒന്നും കൂടിയും വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് നല്ല ഫേസിനൊരു സ്മൂത്ത്നെസ് കിട്ടും. നമ്മളെപ്പോഴും മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ വെറ്റ് ടിഷ്യൂ വെച്ച് ക്ലീൻ ആക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ എൻ്റെ മുഖത്തെ അഴുക്കൊക്കെ തുടച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ താരമായ നിയാസിനമൈഡ് സിറം എടുക്കാം. ഞാൻ ഇന്ന് നിയാസിനമൈഡ് സിറം വെച്ചിട്ടാണ് കേട്ടോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഇതാണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ താരമായ നിയാസിനമൈഡ് സിറം ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് ഇത് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഡേംഡോക്കിൻ്റെയാണ് കേട്ടോ. ആദ്യം ഞാൻ മോംസ്കോൻ്റെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഞാനത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അതും സൂപ്പർ തന്നെയാണ് കേട്ടോ. അതും രണ്ടും നല്ല തന്നെയാണ്. ഇപ്പം ഞാൻ പ്രസൻ്റ്ലി ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ബോട്ടിലാണ്. ഇതിലും കഴിഞ്ഞു തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് യൂസ് ചെയ്യുന്നവർ ഇത്ര അധികം ക്വാണ്ടിറ്റി എടുത്തിട്ട് ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടാണ്. ആദ്യം ഒരു 2 ഡ്രോപ്സ് നമുക്ക് കയ്യിലേക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ പണി കിട്ടും, കുരു വരും മുഖത്ത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുന്നത് വേറൊന്നുമല്ല. എനിക്കൊരു കുഞ്ഞി ഭാവിയുണ്ട്. അപ്പോൾ അവൾ ഉറങ്ങുന്ന നേരത്തെ ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഈ സിറത്തിൽ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. പെട്ടെന്നൊരു നമുക്ക് ഫേസിനൊരു ഗ്ലോ കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിമ്പിൾസ് അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് അത്ര തോന്നിയിട്ടില്ല. പക്ഷേ ഡേംഡോക്കിൻ്റെ നല്ല ഗ്ലോയിങ് ആയിട്ട് നമുക്ക് തോന്നും. ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്കൊക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ലൊരു ഗ്ലോ തോന്നുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ മുഖം നോക്കി സൂപ്പറായിട്ടുണ്ടെന്ന് പറയുകയാണേ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പൊട്ട് കുത്തി കൊടുക്കാം. ഓക്കെ, കുഞ്ഞൊരു പൊട്ട് തൊട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഐലൈനറൊന്നും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ബോട്ടിൽ നല്ല ടൈറ്റാണ്. ഓക്കെ, എന്നാലും നമുക്ക് അത് തുറന്ന് ഒരു കുഞ്ഞി പൊട്ട് തൊട്ട് കൊടുക്കാവേ. ഞാൻ കണ്ണാടയിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ പൊട്ട് തൊടാറില്ലേ. അത് കാരണം തന്നെ ഇതിലിങ്ങനെ തൊടുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവണില്ല. ഫസ്റ്റത്തെ അറ്റംപ്റ്റ് ഫ്ലോപ്പായിരിക്കുകയാണ്. നമുക്ക് അത് ഒന്ന് മാച്ചിട്ട് വീണ്ടും ഒന്ന് തൊട്ട് കൊടുക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് അറ്റംപ്റ്റാണ്. ഇത് ഞാൻ ഭയങ്കര സൂക്ഷിച്ചിങ്ങനെ തൊട്ട് കൊടുക്കുകയാണ്. സെൻറ്ററിലൊന്നും ആയിട്ടില്ല, എങ്കിലും ഒരു കുത്ത്. ഓക്കെ, ഇതൊക്കെ മതി, വീട്ടിലിരിക്കാനല്ലേ. അപ്പോൾ ഇതൊക്കെ ധാരാളം. ഓക്കെ, ഇനി എത്ര തന്നെ നമ്മൾ മേക്കപ്പ് ഇട്ടാലും നമ്മളുടെ മുഖം നല്ല ഗ്ലോയിങ് ആയിട്ട് തോന്നണമെങ്കിൽ നമ്മൾ ഒരു ലിപ്സ്റ്റിക്ക് മസ്റ്റാണേ. ലിപ്സ്റ്റിക്ക് ഇട്ടാൽ പെട്ടെന്ന് നമ്മുടെ മുഖം ഒന്ന് ഫെയർ ആവുന്ന പോലെ നമുക്ക് തോന്നും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിരിക്കുകയാണ്. ലിപ്പ് ബാം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലിപ്പ് ഡ്രൈ ആയിപ്പോയി. അതാണ് ഞാനിങ്ങനെ ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സാരമില്ല, ലിപ്പ് ബാം ഇടാൻ ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. ഇപ്പം നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ എന്ന് ഞാൻ തന്നെ എന്നെ പറയട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.